വിഷമങ്ങളും കഷ്ടപ്പാടും നിറഞ്ഞ സമയത്ത് നമ്മളെ സഹായിക്കുന്നവരാണ് ഏറ്റവും നല്ല സുഹൃത്തുക്കളല്ലേ. അങ്ങനെ പ്രതിഫലം പോലും പ്രതീക്ഷിക്കാതെ അവർ നമുക്ക് നല്ലത് ചെയ്യുമ്പോൾ അവരെ തിരിച്ച് സന്തോഷിപ്പിക്കുന്നതാണ് ഏറ്റവും ഭംഗിയുള്ള കാര്യം. 2009 മധ്യപ്രദേശിന്റെ തലസ്ഥാനമായ ഭോപ്പാലിൽ സന്തോഷ് പട്ടേൽ എഞ്ചിനീയറിംഗ് പഠിക്കാനെത്തുന്നത്. പലരും കഥകളിൽ മാത്രം കേട്ടിട്ടുള്ള പോലെ മണ്ണെണ്ണ വിളക്കിന്റെ വെട്ടത്തിൽ പഠിക്കേണ്ടി വന്ന, പലപ്പോഴും ഭക്ഷണം കഴിക്കാൻ പോലും പണമില്ലാത്ത സാഹചര്യത്തിലാണ് അയാൾ വളർന്നത്. ഭോപ്പാലിൽ പഠിക്കുമ്പോഴും ഒരു നേരത്തെ ഭക്ഷണത്തിന് വേണ്ടി ഓരോ ജോലി ചെയ്യുമായിരുന്നു. ഭോപ്പാലിലെ അപ്സര ടാക്കീസിന്റെ ചുവട്ടിൽ പച്ചക്കറി വിറ്റിരുന്ന മറ്റൊരു പയ്യനുണ്ടായിരുന്നു. പേര് സൽമാൻ ഖാൻ. രണ്ടാൾക്കും ഒരേ പ്രായമാണ്. 8 സഹോദരങ്ങളുണ്ട് സൽമാന്. ജീവിത സാഹചര്യം മൂലം പഠിത്തം ഉപേക്ഷിച്ച് ജോലിക്കിറങ്ങിയതാണ്. കടയിൽ വെച്ചാണ് സൽമാനും സന്തോഷും ചങ്ങാതിമാരായത്. സന്തോഷിന്റെ അവസ്ഥ മനസ്സിലാക്കി സൽമാൻ സുഹൃത്തിന് പണം വാങ്ങാതെ തക്കാളിയും വഴുതനങ്ങയും ഒക്കെ കൊടുത്തിരുന്നു. പകരം സൽമാന്റെ വീട്ടിലും കടയിലുമൊക്കെ ചില ഇലക്ട്രീഷ്യൻ പണി സന്തോഷം ചെയ്തിരുന്നു. അവരുടെ സൗഹൃദം അങ്ങനെ ദൃഢമായി വളർന്നു. പഠിത്തം കഴിഞ്ഞെങ്കിലും ജോലി കണ്ടെത്താൻ പറ്റാതെ സന്തോഷ് നാട്ടിലേക്ക് മടങ്ങി. പിന്നീട് പബ്ലിക് സർവീസ് പരീക്ഷ പാസ്സായി പോലീസിൽ കയറി. ഇപ്പോൾ ഗോളിയോറിൽ DSP. കഴിഞ്ഞ ദിവസം ഭോപ്പാലിൽ ട്രെയിനിങ്ങിന് എത്തിയപ്പോഴാണ് ഏറെ നാളായി തിരഞ്ഞു നടന്നിരുന്ന പഴയ ചങ്ങാതിയെ സന്തോഷ് കണ്ടെത്തിയത്. സമൂഹ മാധ്യമത്തിലും ഏറെ സജീവമായിരുന്ന സന്തോഷിനെ ഫോളോ ചെയ്തിരുന്ന സൽമാൻ നേരിട്ട് കണ്ടപ്പോൾ തന്നെ ഉറ്റ ചങ്ങാതിയെ മനസ്സിലാക്കി. കടയ്ക്ക് മുന്നിൽ പോലീസ് വാഹനം നിർത്തി പേര് വിളിച്ചപ്പോൾ അയാളൊന്ന് ഭയന്നെങ്കിലും ആളെ കണ്ടപ്പോൾ കണ്ണ് നിറഞ്ഞിരുന്നു. കുറേ നേരം സംസാരിച്ച് കൈ നിറയെ സമ്മാനങ്ങളും നൽകിയാണ് DSP സന്തോഷ് പട്ടേൽ മടങ്ങിയത്. മാതൃഭൂമി ന്യൂസ്, ഡൽഹി. അർജുൻ പീതാംബരൻ തത്സമയം ചേരുകയാണ്. അർജുൻ, ഗുഡ് മോർണിംഗ്. ശിശുദിന ആശംസകളും. ഏതായാലും നമുക്കൊക്കെ സിനിമയിൽ മാത്രം കണ്ടുപരിചയമുള്ള ഒരു കാര്യമാണ്. അത് നേരിട്ട് ജീവിതത്തിൽ നടക്കുന്നു എന്നറിയുമ്പോൾ അതിൻ്റെ സന്തോഷവും ചെറുതല്ല. ഒരുപാട് നല്ല സൗഹൃദങ്ങളിൽ അടിസ്ഥാനപ്പെടുത്തിയും അതിൽ ആശ്രയിച്ചുമൊക്കെയാണ് നമ്മുടെ ഈ ലോകം തന്നെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇവിടെ ഈ ഒരു കഥയിൽ സമൂഹത്തിൻ്റെ ഒരേ തട്ടിൽ നിന്ന് വളർന്നു വന്ന 2 പേരാണ് സൽമാനും സന്തോഷും. 2009, 2010 കാലഘട്ടത്തിൽ സൽമാൻ സന്തോഷിനെ കാണുമ്പോൾ തൻ്റെ അതേപോലെ തന്നെ ഉള്ളൊരവസ്ഥയിലാണ്. അതായത് പഠിക്കാൻ ഉള്ള സാഹചര്യമില്ലാതെ കച്ചവടത്തിലേക്ക് ഇറങ്ങേണ്ടി വരുന്നൊരു ആളാണ് സൽമാൻ. സൽമാൻ കാണുന്ന സമയത്ത് സന്തോഷ് ഇതേപോലെ തന്നെ പഠിക്കാൻ വേണ്ടി, ഭക്ഷണം കഴിക്കാൻ വേണ്ടി ചെറിയ ചെറിയ ജോലികൾ ചെയ്ത് അതിലൂടെ വളരെ ചെറിയ പൈസ ഉണ്ടാക്കിയിട്ടാണ് ആ കാര്യങ്ങളൊക്കെ ചെയ്ത് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. വളരെ ദരിദ്രരായിട്ടുള്ള കുടുംബമാണ്. അതിൽ നിന്നും പഠിച്ച് ഒരു വലിയ നിലയിലേക്ക് എത്തണം എന്നുള്ളൊരു ആഗ്രഹത്തോടെ ഉണ്ടായിരുന്നതാണ്. 120 പേരുടെ ചരിത്രമുള്ള വലിയൊരു കുടുംബമാണ് ഈ സന്തോഷിൻ്റെ. അതിൽ ആദ്യത്തെ ബിരുദധാരിയാണ് അദ്ദേഹം, ആദ്യത്തെ പോലീസുകാരനാണ് അദ്ദേഹം. അപ്പോൾ അത്രത്തോളം കഷ്ടപ്പെട്ട് അദ്ദേഹം പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ സന്തോഷ് എന്ന് പറയുന്ന വ്യക്തി സൽമാൻ സഹായിച്ചിട്ടുള്ള ഈ എഞ്ചിനീയറിംഗ് പഠന കാലഘട്ടത്തിൽ ഉള്ള കുട്ടികളെ പലരെയും അദ്ദേഹം സഹായിച്ചിട്ടുണ്ട്. അതിൽ ഒരാളാണ് സന്തോഷ്. ആ കാര്യം സൽമാൻ മാധ്യമങ്ങളോടൊക്കെ തന്നെ പറഞ്ഞിട്ടുമുണ്ട്. പക്ഷേ സന്തോഷിന് അദ്ദേഹം പഠിച്ചു, വലിയ നിലയിലെത്തി, DSP ആയി. അതിനുശേഷം അദ്ദേഹം സ്ഥിരമായിട്ട് ട്രാക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്, തിരിഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് ഈ സൽമാൻ എവിടെയാണെന്നുള്ളത്. കാരണം അദ്ദേഹത്തെ സംബന്ധിച്ച് അത്ര വലിയൊരു സഹായമായിരുന്നു അന്ന്. വളരെ അത്യാവശ്യമായിട്ടുള്ള, വളരെ ആവശ്യമുള്ളൊരു കാലഘട്ടത്തിൽ, ആ ഒരു സാഹചര്യത്തിൽ ഈ സന്തോഷിനെ കിട്ടിയിരുന്നത് സൽമാനിൽ നിന്നും. അപ്പോൾ അദ്ദേഹം എവിടെയാണെന്നുള്ള കാര്യം അന്വേഷിച്ച് നടന്നിരുന്നു. അങ്ങനെ കഴിഞ്ഞ ദിവസമാണ് ഭോപ്പാലിൽ തന്നെ ഒരു ട്രെയിനിങ് ഉണ്ടാകുന്ന സമയത്ത് അദ്ദേഹത്തെ കണ്ടെത്തുന്നു. കടയിൽ പോയി പേര് വിളിക്കുകയാണ് ചെയ്തു. പേര് വിളിച്ച സമയത്ത് ആദ്യം ഒന്ന് പേടിച്ചു. കാരണം ഒരു പോലീസുകാരൻ്റെ വണ്ടി വന്ന് നിർത്തുന്നു. പെട്ടെന്ന് സൽമാൻ എന്ന് വിളിക്കുന്ന സമയത്ത് ആരായാലും ഒന്ന് പേടിച്ചു. പിന്നീട് മുഖം കണ്ടപ്പോഴാണ് ആളെ പിടികിട്ടിയതും കണ്ണ് നിറഞ്ഞ് ഒരു വിഷമമല്ല, സന്തോഷം എന്നൊക്കെ പറയാം, വിഷമവും സന്തോഷം കലർന്ന ഒരു അവസ്ഥയിലിട്ട് സൽമാൻ പോയത്. 2009, 2010 ആ കാലഘട്ടത്തിൽ കാണുന്ന സമയത്ത് നിന്നും ഭയങ്കരമായിട്ട് ക്ഷീണിച്ചിട്ടുണ്ട്, മെലിഞ്ഞിട്ടുണ്ട് ഈ സൽമാൻ. സന്തോഷ് പറയുന്നത് അങ്ങനെയാണ്. പിന്നീട് അദ്ദേഹത്തിൻ്റെ ചുണ്ടിന് താഴെ ഉണ്ടായിരുന്നൊരു മറുക്, ഒരു അടയാളത്തിലൂടെയാണ് അദ്ദേഹത്തെ കണ്ടെത്തുന്നത്. പിന്നീട് മനസ്സിലായി ഈ സന്തോഷ് പോലീസാണ്. അതോടൊപ്പം തന്നെ അദ്ദേഹം സമൂഹ മാധ്യമത്തിൽ ഇപ്പോൾ ഇൻസ്റ്റാഗ്രാമിലായാലും 2 മില്യണിലധികം ഫോളോവേഴ്സ് ഉണ്ട്. ട്വിറ്ററിലും എക്സിലും വലിയ രീതിയിൽ സജീവമായിരുന്നു. അങ്ങനെ ഏറെ കാലമായി തന്നെ അദ്ദേഹത്തെ ഫോളോ ചെയ്യുന്നുണ്ട്. കണ്ടെത്തിയല്ലോ ഒടുവിൽ ആ സുഹൃത്തിനെ, ആ സഹായിയെ കണ്ടെത്തിയല്ലോ. ആ കണ്ടെത്തിയത് തന്നെയാണ് സന്തോഷം. എൻ്റെ പൊന്നു മനുഷ്യരെ, നിങ്ങളെപ്പോലുള്ളവരൊക്കെ ഇങ്ങനെ ഓരോ ദിവസവും
ഈ മറ്റുള്ളവരുടെ ജീവിതത്തിൽ സ്വാധീനം ചെലുത്തുന്നു എന്ന് വേണം പറയാൻ. കണ്ണ് നിറയ്ക്കുന്ന രീതിയിലുള്ള സൗഹൃദത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും കരുതലിൻ്റെയും കഥ അല്ലേ?